കേരള തമിഴ്നാട് അതിർത്തിയിൽ വൻ കാട്ടുതീ. പശ്ചിമഘട്ട മലനിരകളിലെ തമിഴ്നാട് സംരക്ഷിത വനഭൂമിയിലാണ് കാട്ടുതീയുണ്ടായത്. വനവകുപ്പ് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, എന്താണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്? തേനി ജില്ലയിലെ ബോഡിക്ക് സമീപം പൊട്ടിപ്പുറം, പുതുക്കോട്ട, ചോളപുരം മലകൾക്കാണ് വ്യാപകമായി തീപിടിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. മുമ്പ് 22 പേരുടെ മരണത്തിനിടയാക്കിയ കുരങ്ങഴി മലനിരകൾക്ക് സമീപമാണ് കാട്ടുതീ ഉണ്ടായിട്ടുള്ളത്. ഹെക്ടർ കണക്കിന് സ്ഥലത്തെ വനം കത്തിനശിച്ചു. പക്ഷികളും മൃഗങ്ങളും തീപിടുത്തത്തിൽ വ്യാപകമായി ചത്തതായാണ് തമിഴ്നാട് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. നിലവിൽ വനമേഖലയിൽ നിന്നും രക്ഷപ്പെടുന്ന വന്യമൃഗങ്ങൾ ഇടുക്കിയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അടക്കം എത്തുവാൻ സാധ്യതയുണ്ടെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പകൽ സമയത്ത് കൊടും ചൂട് തീ അണയ്ക്കുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. രാത്രികാലത്ത് ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും തീ വ്യാപകമായി പടർന്നു പിടിക്കാതിരിക്കാനുള്ള ശ്രമമാണ് തമിഴ്നാട്, കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആതിര, ജോസിൽ, പൊതുവിൽ ചൂട് കൂടിയ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ കടുത്ത ചൂട് തന്നെയാണ് ഇത്തരത്തിലൊരു കാട്ടുതീയിലേക്ക് നയിച്ചത്? തീർച്ചയായും അതിനാണ് സാധ്യതയുള്ളത്. കാരണം ഈ തീ പിടിക്കുന്നതോടുകൂടി കനത്ത കാറ്റ് വീശുകയും ചെയ്യുന്നത് തീ കൂടുതൽ പടരുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ തീ കൂടുതൽ പടർന്ന് കേരള അതിർത്തിയിലേക്കും കടക്കാതിരിക്കുന്നതിനും ഈ പ്രദേശത്ത് തന്നെ കാട്ടുതീ തടയാൻ ആവശ്യമായ നടപടികളാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആതിര, ശരി, ജോസിൽ സെബാസ്റ്റ്യൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്.